അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ആ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നവരുടെ ഗുണങ്ങളെക്കുറിച്ച്, അവരുടെ സ്വഭാവങ്ങളെക്കുറിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുമ്പോൾ ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന പ്രവാചകന്മാരുണ്ടല്ലോ, ആ പ്രവാചകന്മാരുടെ സ്വഭാവം അല്ലാഹു പറയുകയാ. അവർക്കുണ്ടായിരുന്ന ഗുണങ്ങൾ അല്ലാഹു ഖുർആനിലൂടെ എണ്ണി പറയുകയാ. ഈ പറയുന്ന ഒരു സ്വഭാവം ഈ ബയ്യത്തിൻകരയിൽ ഒരുമിച്ച് കൂടിയവരുണ്ടല്ലോ, ഈ അതാ പടച്ചവനെ ഈ പണിതുകൊണ്ടിരിക്കുന്ന പള്ളിയുടെ പരിസരത്ത് ഒരുമിച്ച് കൂടിയവരോട് ഈ പറയുന്ന സ്വഭാവങ്ങൾ നമ്മളിൽ ആർക്കാവുള്ളത്? നമ്മളിൽ ആർക്കെങ്കിലും ഈ സ്വഭാവമുണ്ടോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഒന്നാമത്തെ സ്വഭാവം ഏതാണ്? അല്ലാഹ് പറയുകയാണ്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒരു മനുഷ്യന്റെ മുമ്പിൽ ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, പടച്ചവനെ നീ നിസ്കരിക്കണം, നീ നോമ്പ് പിടിക്കണം, നീ സദഖ കൊടുക്കണം, നീ ദിക്റുകൾ പറയണം, നീ നന്മകൾ ചെയ്യണം. ഒരു നല്ല കാര്യം ഒരാളുടെ മുമ്പിൽ പറയപ്പെട്ട് കഴിഞ്ഞാൽ പറയുന്നവന് താടിയുണ്ടോ, തഴമുണ്ടോ, വലിയവനാണോ, ചെറിയവനാണോ, അങ്ങനൊന്നുമില്ലടോ. ഒരു നല്ല കാര്യം പറഞ്ഞാൽ എനിക്ക് ചെയ്യണം തമ്പുരാന്, ആദ്യം എനിക്ക് ചെയ്യണം തമ്പുരാന്, അവൻ ചെയ്യട്ടെ ഇവൻ ചെയ്യട്ടെ എന്നല്ല. എന്തിനാണ് പുറത്തു നിന്നവരോട് കയറിയിരിക്കാൻ പറഞ്ഞത്? എനിക്ക് ആളെ കൂട്ടാനല്ല മോനെ, സ്വർഗത്തിൽ കയറിയിരിക്കടാ. ഒരു നന്മയല്ലേ പറഞ്ഞത്, ഒരു നന്മയല്ലേ പറഞ്ഞത്. അങ്ങനെ ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാ അത് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, അത് ചെയ്യാതെ സമാധാനമില്ല, അത് ചെയ്യാതെ മനസമാധാനമില്ല. ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് ചെയ്യണം, എനിക്ക് ചെയ്യണം, എനിക്ക് ചെയ്യണം. ഇങ്ങനെ ഒരു സ്വഭാവമുണ്ടല്ലോ, ഇങ്ങനെ ഒരു സ്വഭാവമുണ്ടല്ലോ. എന്ത് കാര്യം ചോദിച്ചാലും ഞാൻ കൊടുക്കാമെന്ന് തയ്യാറാവുകയാണ്. എന്ത് കാര്യം പറഞ്ഞാലും എനിക്ക് ചെയ്യണം, എനിക്ക് ചെയ്യണം. ഈ ഒരു ആഗ്രഹം, ഈ ഒരു സ്വഭാവം നമ്മളിൽ ആർക്കാവുള്ളത്? അല്ലാഹുവേ, അവര് ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിന്റെ അവകാശിയാ. ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്കാരമാകട്ടെ, ഖുർആനോദലാകട്ടെ, ദിക്ർ പറയലാകട്ടെ, സദഖ കൊടുക്കലാകട്ടെ, കാരുണ്യ പ്രവർത്തനമാകട്ടെ, എന്ത് നല്ല കാര്യം പറഞ്ഞാലും എനിക്ക് ചെയ്യണം തമ്പുരാന്, എനിക്കത് ചെയ്യണം തമ്പുരാന്. ഇങ്ങനെ ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്, ഇങ്ങനെ ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ ഒരു സ്വഭാവം നിനക്കുണ്ടോ മോനെ? രക്ഷപ്പെട്ട് ചെറുപ്പക്കാരാ, പെങ്ങള്, ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാൻ നീ തയ്യാറാകണു. അത് ചെയ്യാതെ സമാധാനമില്ല. ഇങ്ങനെ ഒരു സ്വഭാവമാണ് വേണ്ടത്. ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. ആ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിന്റെ അവകാശിയായ ഒരു പ്രവാചകന്റെ ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആരുടെ ചരിത്രമാണെന്നറിയുമോ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഖലീലാണല്ലോ. ഒരുപാട് പരീക്ഷണങ്ങൾ അല്ലാഹു കൊടുത്ത പ്രവാചകനാണല്ലോ. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് നബി തങ്ങൾ അവിടെന്ന് പറയുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, യഹ്തതല ഇബ്രാഹിം അലൈഹിസ്സലാം. നബി തങ്ങൾ പറയുകയാണ്, വഹുവ ഇബ്നു സമാനീന സനാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 80 വയസ്സായി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 80 വയസ്സായി. 80 വയസ്സുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാം, 80 വയസ്സെന്ന് പറഞ്ഞ പ്രായമാണല്ലോ. 80 വയസ്സുള്ള ഒരാണ് പോലും ഈ മജ്ലിസിൽ കാണില്ല. പടച്ചവനെ, 80 വയസ്സുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ കൽപ്പന വരുന്നു, ഇബ്രാഹിം നബിയേ
സുന്നത്ത് കല്യാണം നടത്തണം നബിയേ, മാർഗ കല്യാണം നടത്തണം നബിയേ. അതിനു മുമ്പ് ഒരാളും ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത്. നമ്മൾ ആണുങ്ങളൊക്കെ സുന്നത്ത് കല്യാണം നടത്തുമല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്ത് കല്യാണം നടത്താൻ പറയുകയാ. 8 വയസ്സുള്ള ആളോടല്ല, 80 വയസ്സുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ കൽപ്പന വന്നു കഴിയുമ്പോ ഇബ്രാഹിം നബി എന്ത് ചെയ്തെന്നറിയുമോ? വഹുവ ബിൽ ഖദൂ, തന്റെ കയ്യിലൊരു മഴുവിരിക്കുകയാണ്, ഒരു കോടാലി ഇരിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കയ്യിലൊരു മഴുവിരുന്നു. ആ മഴുവ് കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തമായിട്ട് അവിടുന്ന് സുന്നത്ത് കല്യാണം നടത്തുകയാ. സ്വന്തമായിട്ട് തന്റെ കയ്യിലിരുന്ന മഴുവ് കൊണ്ട് അവിടുന്ന് സുന്നത്ത് കല്യാണം നടത്തി. സുബ്ഹാനല്ലാഹ്, രക്തം നിൽക്കുന്നില്ല, രക്തം നിൽക്കുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിലൂടെ രക്തം ഇങ്ങനെ ഒഴുകുകയാ. അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം രക്തത്തിൽ ഇങ്ങനെ കുളിച്ചു നിൽക്കുകയാ. അവിടുന്ന് ചോദിക്കുന്നു, യാ ഖലീലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തേ നബിയേ, എന്തേ നബിയേ, ഒന്ന് സമാധാനമായി കൂടായിരുന്നു? ഒന്ന് പതുക്കെ ചെയ്താ പോരായിരുന്നു? എന്തിനാ ധൃതി കാണിച്ചത്? എന്തിനാ ധൃതി കാണിച്ചത്? ഒന്ന് ശ്രമിച്ചുകൂടായിരുന്നു? പതുക്കെ ചെയ്താ മതിയായിരുന്നല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിച്ചപ്പോ ഇബ്രാഹിം നബി പറഞ്ഞ മറുപടി, ജിബ്രീലേ, അല്ല ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞ, അല്ല ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞ പിന്നെ എന്തിനാ താമസിക്കുന്നത്? പിന്നെ എന്തിനാ താമസിക്കുന്നത്? ഇത് തന്നെയാണ് അല്ല പറഞ്ഞത്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാൽ അവര് മത്സരമാണോ, അവർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സാണോ, എനിക്ക് ചെയ്യണം എനിക്ക് ചെയ്യണമെന്നുള്ള ഒരു ചിന്തയാണോ. അത് ചെയ്യാതെ സമാധാനമില്ല, അത് പിന്തിപ്പിക്കാൻ അവരുടെ മനസ്സനുവദിക്കുന്നില്ല. ഇതാണ് വേണ്ടത്, ഈ സ്വഭാവമാണ് വേണ്ടത്. ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണെന്ന് പറഞ്ഞാൽ, മോനെ ഈ നന്മ ചെയ്താൽ, ഈ നിസ്കാരം നീ നിസ്കരിച്ചാൽ നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം ഇതാണെന്ന് പ്രതിഫലം കേട്ടുകഴിഞ്ഞാൽ പിന്നെ വാസിയാടോ, പിന്നെ ചിന്തയില്ലടോ. ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുകയാ, ഉഹദിന്റെ രണാങ്കണത്തില് യുദ്ധം നടക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, പഠിക്കണ ചെറുപ്പക്കാരാ, എന്റെ യുവത്വത്തോട് പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് യുദ്ധം നടക്കുന്ന രണാങ്കണത്തില് നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, ഇന്നാര് ഷഹീദാകുന്നുണ്ടോ അവർക്ക് സ്വർഗമുണ്ട് സഹാബാ. ഇന്ന് ഷഹീദാകുന്നവന് സ്വർഗമുണ്ടെന്ന് നബി തങ്ങൾ അവിടെന്ന് പറയുമ്പോ, അല്ലാഹുവേ, ഉമൈർ ഇബ്നു ഹുമാം എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാർ അവിടെ നിന്ന് തുള്ളിച്ചാടുകയാണ്. ബഹിൻ ബഹിൻ എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയാ. അവിടെ നിന്ന് ചോദിക്കുന്നു, ഉമൈറേ, എന്തിനാ നീ സന്തോഷിക്കുന്നത്? എന്തിനാ നീ തുള്ളിച്ചാടുന്നത്? അതാ ഉമൈർ ഇബ്നു ഹുമാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് കേട്ടോ, ഇന്ന് ഷഹീദാകുന്നവന് സ്വർഗമുണ്ട്, ഇന്ന് ഷഹീദാകുന്നവന് സ്വർഗമുണ്ട്. പടച്ചവനെ, ഉമൈർ ഇബ്നു ഹുമാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇന്ന് ഷഹീദായ സ്വർഗം കിട്ടുമോ നബിയേ? ഈ രണാങ്കണത്തിൽ ഷഹീദാകുന്നവന് സ്വർഗമുണ്ടോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമൈറേ, സ്വർഗത്തിന്റെ പരിമളം മടിച്ചു വീശുന്ന ഉമൈറേ,
സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നു ഉമൈർ. അല്ലാഹുവിന്റെ പ്രവാചകൻ പെടെന്ന് പറയുമ്പോ അതാ ഒരു കാരക്ക കടിക്കാൻ എടുത്ത് കയ്യിൽ പിടിച്ചിരിക്കുകയാ. ഒരു കാരക്ക കടിക്കാൻ എടുത്ത് കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് നബിതങ്ങൾ പറയുന്നത് സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നു. ഉമൈർ ഇബ്നു ഹുമാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ എടുത്ത കാരക്ക താഴെ വെക്കുകയാണ്. ആ എടുത്ത കാരക്ക താഴെ വെക്കുകയാ. കടിക്കടാ ഉമൈർ, ഇത് കടിച്ചിട്ട് പോടാ ഉമൈർ. യാ റസൂലല്ലാഹ് അർജൂന അൻ അവിടെന്ന് പറയുകയാണ് നബിതങ്ങളോട്, ഈ കാരക്ക കടിക്കുന്ന സമയം പോലും എനിക്കിനി നിൽക്കാൻ വയ്യ. ഈ കാരക്ക കടിക്കുന്ന സമയം പോലും എനിക്ക് ഈ ദുനിയാവിൽ നിൽക്കാൻ വയ്യ. അർജു അൻ അകൂന മിൻ അഹ്ലിഹാ, ആ സ്വർഗത്തിന്റെ വിഭാഗത്തിൽ എനിക്ക് പെടണം നബിയേ. എനിക്ക് ആ സ്വർഗത്തിന്റെ അവകാശികളിൽ പെടണം. അതുകൊണ്ട് ഒരു കാരക്ക കടിക്കുന്ന സമയം പോലും എനിക്കിവിടെ നിൽക്കാൻ മനസ്സില്ലെന്ന് പറഞ്ഞു. ആ കാരക്ക താഴെ വെച്ചിട്ട് രണാങ്കണത്തിലേക്ക് കടന്നു ചെന്നു. ഷഹീദായെന്ന ചരിത്രം പറയുമ്പോ ഇങ്ങനെ ഒരു സ്വഭാവമാണ് വേണ്ടത്. ഇങ്ങനെ ഒരു സ്വഭാവമാണ് മുഅ്മിനിന് വേണ്ടത്. അവനോട് പ്രതിഫലം പറഞ്ഞാൽ, അല്ലാഹു തരുന്ന പ്രതിഫലത്തെ കുറിച്ച് പറഞ്ഞാൽ പടച്ചവനെ പിന്നെ സമാധാനമില്ല. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മരുമകനാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഗർഭിണിയാ. ഫാത്തിമ ഗർഭിണിയാണ്. ഗർഭിണിയായ പെണ്ണുങ്ങൾക്ക് ചില ഭക്ഷണങ്ങളോട് വല്ലാത്ത ആഗ്രഹമാണ്. അതുകൊണ്ട് അലിയാര് തങ്ങളോട് പറഞ്ഞു, അലിയേ എനിക്കൊരു റുമ്മാമ്പഴം കടിക്കണം അലിയേ. ഞാനൊരു ഗർഭിണിയാണ്, എനിക്കൊരു റുമ്മാമ്പഴം വേണം അലിയേ. ഗർഭിണിയായ ഭാര്യയുടെ ആഗ്രഹമാണല്ലോ. അലിയാര് തങ്ങളെ റുമ്മാമ്പഴം വാങ്ങാ പോവുകയാണ്. ആ പഴമും വാങ്ങിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഗർഭിണിയായ ഭാര്യയ്ക്ക് ഇതിൽ ആഗ്രഹമുണ്ട്. അലിയാര് തങ്ങളോട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, എനിക്കൊരു റുമ്മാമ്പഴം കഴിക്കണം. അങ്ങനെ റുമ്മാമ്പഴം വാങ്ങിച്ചുകൊണ്ട് അലിയാര് തങ്ങൾ തിരിച്ചു വരുമ്പോ ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, അലിയെ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, എനിക്ക് എന്തെങ്കിലും താ. അലിയാര് തങ്ങളുടെ കയ്യിൽ ഈ റുമ്മാമ്പഴമല്ലാതെ വേറെ ഒന്നുമില്ല. ഇത് തന്റെ ഗർഭിണിയായ ഭാര്യ ആഗ്രഹം പറഞ്ഞതുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാ. അലിയാര് തങ്ങളൊന്നും മിണ്ടാതെ നിന്നു. ആ റുമ്മാമ്പഴം കയ്യിൽ വെച്ചുകൊണ്ട് മിണ്ടാതെ നിന്നപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അലിയെ ഒന്നിനു 10 ഇരട്ടി അല്ലാഹു തരും. ഒരെണ്ണം തന്നാൽ 10 ഇരട്ടിയായിട്ട് അല്ലാഹു തിരിച്ചു തരും. ആ 10 ഇരട്ടി പ്രതിഫലം കിട്ടുമെന്ന് കേൾക്കുമ്പോ അത് ഭാര്യയ്ക്ക് വാങ്ങിച്ചു കൊണ്ടുവന്നെയാണെന്ന് അങ്ങ് മറന്നു, എടുത്തം കൊടുത്തു. ഇതാണ് സ്വഭാവം. ഇതാണ് നമുക്ക് വേണ്ടത്. ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാൽ, പ്രതിഫലം കേട്ട് കഴിഞ്ഞാൽ പിന്നെ മനസ്സിന് ഒരു ചിന്തയില്ല, ഒരു നോട്ടവുമില്ല. അൽഹംദുലില്ലാഹ്, എടുത്തു കൊടുക്കാൻ അങ്ങ് തയ്യാറായി അലിയാര് തങ്ങള്. വെറും കൈയോടെ തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരു കുട്ട റുമ്മാമ്പഴം ഫാത്തിമയുടെ മുമ്പിൽ ഇരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുന്നത് ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാൽ മത്സരമാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മത്സരിക്കുന്നത് പല കാര്യങ്ങൾക്കുമാ. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മസ്ജിദ് നബവിയിൽ ഇരുന്നുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബ, അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കണം. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് എടുത്തുകൊണ്ട് വാ. നബി തങ്ങൾ അത് പറയുമ്പോൾ മസ്ജിദ് നബവിയിൽ നിന്ന് സ്വഹാബത്ത് ഇറങ്ങി ഓടുകയാ. എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് കടന്നു ചെന്ന് എന്താണോ കയ്യിൽ കിട്ടുന്നത് എടുത്തുകൊണ്ട് വരാൻ എല്ലാവരും പോകുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ തങ്ങൾ തന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ മനസ്സിൽ ഒരേ ഒരു ചിന്തയേ ഉള്ളൂ, അബൂബക്കറിനെ എനിക്ക് പരാജയപ്പെടുത്തണം. അബൂബക്കറിനെ എനിക്ക് പരാജയപ്പെടുത്തണം. അത് പള്ളിയുടെ തെരഞ്ഞെടുപ്പല്ല, പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അബൂബക്കർ തങ്ങളെ എനിക്കൊരിക്കലെങ്കിലും ഒന്ന് പരാജയപ്പെടുത്തണം. കാരണം എന്ത് കാര്യത്തിലും അബൂബക്കറാണ് ഒന്നാമൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് കാര്യം പറഞ്ഞാലും അബൂബക്കറാണ് ഒന്നാമനാകുന്നത്. ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹി നമസ്കാരം കഴിഞ്ഞിട്ട് മസ്ജിദ് നബവിയിൽ നിന്നിട്ട് നബി തങ്ങൾ ചോദിച്ചു, സ്വഹാബ, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമ, ഇന്ന് നോമ്പ് പിടിച്ച ആരെങ്കിലും ഉണ്ടോ?
ഇന്ന് നോമ്പ് പിടിച്ച ആരെങ്കിലും ഉണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോ മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നബിയേ ഞാനുണ്ട് നബിയേ, എനിക്കിന്ന് നോമ്പാണ് നബിയേ. പ്രവാചകന് രണ്ടാമതായി ചോദിച്ചു, ഇന്ന് ജനാസയിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ? അബൂബക്കർ പറഞ്ഞു, ഞാനുണ്ട് നബിയേ. ഇന്ന് രോഗസന്ദർശനം നടത്തി ആരെങ്കിലും ഉണ്ടോ? അബൂബക്കർ തങ്ങൾ പറഞ്ഞു, ഞാനുണ്ട് നബിയേ. ഇന്ന് സദഖ കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? അബൂബക്കർ പറഞ്ഞു, ഞാനുണ്ട് നബിയേ. എന്ത് കാര്യം ചോദിച്ചാലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒന്നാമനായി ചാടി എഴുന്നേക്കും. അതുകൊണ്ടാണ് ഉമർ തങ്ങൾക്കൊരു വാശി, ഒരിക്കലെങ്കിലും ഈ ചങ്ങാതിയെ ഒന്ന് പരാജയപ്പെടുത്തണം. അങ്ങനെ തന്റെ വീട്ടിലേക്ക് ചെന്നു. തന്റെ സമ്പാദ്യം മുഴുവനും എടുത്ത് രണ്ട് വിഹിതമാക്കി. എന്നിട്ട് ആ സമ്പത്തിന്റെ നേർപകുതി മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ സമ്പത്തുമായിട്ട് നബി തങ്ങളുടെ മുമ്പിലേക്ക് പോയി. ഉമർ തങ്ങൾക്കറിയാം, എന്തായാലും എന്നെ പോലെ ഒരാളും കൊടുക്കില്ല, അബൂബക്കർ എന്തായാലും എന്നെ പോലെ കൊണ്ടുവരില്ല. അതുകൊണ്ട് തന്റെ സമ്പാദ്യത്തിന്റെ നേർപകുതി എടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവച്ചു. നബി തങ്ങൾ ചോദിച്ചു, എന്തുണ്ട് ഉമറേ? നബിയെ, എന്റെ സമ്പത്തിന്റെ നേർപകുതി അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഞാൻ തന്നിരിക്കുന്നു. നബി തങ്ങൾക്ക് വലിയ സന്തോഷമായി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ തങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ദുആ ചെയ്തു. ഉമർ തങ്ങൾ മാറി നിൽക്കുകയാ. ഓരോ സഹാബികളും അവരവരുടെ കയ്യിലുള്ളത് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഉമർ തങ്ങൾ പരിഗണിച്ചില്ല. ഉമർ തങ്ങൾ നോക്കുന്നത് അബൂബക്കർ എവിടെ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരു ചെറിയ പൊതിയുമായിട്ട് കടന്നു വരുന്നു. ഉമർ തങ്ങൾക്ക് വലിയ സന്തോഷമായി. എന്റെ അത്രയും എന്തായാലും ഇല്ല, ഞാൻ കൊണ്ടുവന്ന് കൊടുത്തതുപോലെയില്ല. അതുകൊണ്ട് ഉമർ തങ്ങൾ നബി തങ്ങളുടെ അടുത്തേക്ക് മാറി നിന്ന ഉമർ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്നു. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ തന്റെ കയ്യിൽ കൊണ്ടുവന്ന ആ ഒരു ചെറിയ പൊതി കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തു. നബി തങ്ങൾ ചോദിച്ചു, അബൂബക്കറെ, ഇനി നിന്റെ വീട്ടിൽ എന്തുണ്ട്? ഇനി നിന്റെ വീട്ടിൽ എന്ത് ബാക്കി വെച്ചിട്ടുണ്ട്? അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, നബിയേ, അല്ലാഹും അവന്റെ പ്രവാചകനുമല്ലാതെ ഇനി എന്റെ വീടിനകത്ത് ഒന്നുമില്ല നബിയേ. തന്റെ സമ്പാദ്യം മുഴുവനും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ഇതാണോ അബൂബക്കർ? ആ അബൂബക്കർ അവിടെയും വിജയിക്കുകയാണ്. ഉമർ തങ്ങൾ പരാജയപ്പെടുകയാണ്. ഇതായിരുന്നു സ്വഹാബത്തിന്റെ സ്വഭാവം. ഇങ്ങനെയുള്ള ഒരു സ്വഭാവമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാ, ഒരു നല്ല കാര്യം കേട്ടാ അത് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാകണേ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു നല്ല കാര്യം പറഞ്ഞു തരാം. ആരാണ് പറഞ്ഞു തരുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളന്റെ കഷ്ടമായ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ മഹ്ദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു തരികയാ, പടച്ചവനെ, ഒരു ദിവസം അല്ലാഹുവേ, അലിയാര് തങ്ങളോ അതാ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മുഖം വാടിയിരിക്കുകയാണ്. ഫാത്തിമയുടെ മുഖത്ത് വല്ലാത്ത ഒരു സന്തോഷമില്ല, എന്തോ ഒരു പ്രയാസമുള്ളതുപോലെ. പടച്ചവനെ, അതാ അലിയാര് തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ, എന്തു പറ്റി ഫാത്തിമ? മുഖം വല്ലാതെ വാടിയിരിക്കുന്നല്ലോ. അലിയാര് തങ്ങൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുമ്പോ ഫാത്തിമ ബീബി രണ്ട് കൈയും ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മുഖത്ത് വല്ലാത്ത ഒരു പ്രയാസം. തന്റെ ഭർത്താവായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഫാത്തിമ, എന്തു പറ്റി ഫാത്തിമ നിനക്ക്? നിന്റെ മുഖത്ത് എന്തേ ഒരു വല്ലാത്ത ഒരു ദുഃഖം? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകൾ രണ്ട് കൈയും എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അലിയേ, ആട്ടുകല്ല് പിടിച്ചിട്ട് എന്റെ കൈ രണ്ടും പൊട്ടിയിരിക്കുകയാ.
ആട്ടുകല്ല് പിടിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അലിയാർ തങ്ങളുടെയും ഫാത്തിമ ബീവിയുടെയും ജീവിതം നമുക്ക് നല്ലതുപോലെ അറിയാം. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതം, അലിയാർ തങ്ങൾ മാവ് ഗോതമ്പ് കൊണ്ടുവന്ന് ഫാത്തിമയുടെ കയ്യിൽ കൊടുക്കും. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ആട്ടുകല്ലിൽ വെച്ച് അത് പൊടിക്കും, കൈകൊണ്ട് പൊടിച്ചിട്ട് ആ പൊടിച്ച മാവ് കൊണ്ട് വിറ്റിട്ടാണ് അലിയാർ തങ്ങൾ കുടുംബം പോറ്റുന്നത്. അപ്പൊ അത്രത്തോളം ജോലിയാ. കൈ പൊട്ടാനുള്ള കാരണം അത്രയും കഷ്ടപ്പാടായിരുന്നു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കഷ്ടപ്പാട് അറിയണമെങ്കിൽ, ഹസനും ഹുസൈനും എന്ന് പറയുന്ന 2 മക്കളുണ്ട് ഫാത്തിമയ്ക്ക്. 2 മക്കളും തമ്മിലുള്ള വയസ്സിന്റെ വ്യത്യാസം 1 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. 1 വയസ്സിന്റെ വ്യത്യാസമുള്ള ഹസനും ഹുസൈനും റളിയല്ലാഹു തആല അൻഹുമാ. ഈ 2 മക്കൾ നിങ്ങൾ ചിന്തിക്ക്, 1 വയസ്സിന്റെ വ്യത്യാസമുള്ള ഈ മക്കളെ എങ്ങനെയാണ് ഫാത്തിമ വളർത്തിയിരുന്നത്? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഇവരെ 2 പേരെയും തൊട്ടിലിൽ കിടത്തും. എന്നിട്ട് മാവ് പൊടിച്ചുകൊണ്ടിരിക്കും. എഴുന്നേറ്റ് പോയിട്ട് തന്റെ മക്കളെ ഉറക്കുവാനോ അവരുടെ കരച്ചിൽ മാറ്റുവാനോ സാധിക്കാറില്ല. അത് കാരണം ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ആ തൊട്ടിലിൽ ഒരു കയറ് കെട്ടിയിട്ട് അതിന്റെ മറ്റേ ഭാഗം കൊണ്ടുവന്നിട്ട് ഫാത്തിമ തന്റെ കാലിൽ കെട്ടിയിട്ടിരിക്കുകയാ. മക്കള് കരയുമ്പോ ആ കാലുകൊണ്ട് ആട്ടിയിട്ട് ഉറക്കാൻ. അത്രത്തോളം ജോലിയാണ് ഫാത്തിമയ്ക്ക്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല കല്ല് പിടിച്ച് 2 കൈയും പൊട്ടിയിട്ട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതറിയാം, അങ്ങനെ ഉപയോഗിക്കുന്നവർ ചെയ്യാത്ത ജോലി. ഇപ്പൊ ഞാൻ തന്നെ ഈ കൊല്ലത്തെ കരുവേല പിള്ളാരന്റെ വീട്ടിൽ പണിക്ക് വന്നപ്പോ ചുമ്മാതെ 2 കല്ല് പിടിച്ചതാ, പടച്ചോന് ബലൂണ് പോലെ കൈയൊക്കെ പൊട്ടി. അപ്പൊ ഈ കല്ല് പിടിക്കുമ്പോ ഫാത്തിമ ബീവിയുടെ 2 കൈയും പൊട്ടിയിട്ട് രക്തം പൊടിയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അലിയാർ തങ്ങൾ ഇത് കണ്ടപ്പോ, ഭർത്താവല്ലേ എത്രയാണെങ്കിലും അലിയാർ തങ്ങൾക്ക് വലിയ സങ്കടമായി. അങ്ങനെ 2 പേരും കൂടെ കിടപ്പറയിൽ കിടക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അലിയാർ തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, ഞാനൊരു വഴി പറഞ്ഞു തരാം. ത്തോടെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം ജോലിയെല്ലാം കഴിഞ്ഞു ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ പിതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്നതിന് വേണ്ടി, ഇത് ചോദിക്കുന്നതിന് വേണ്ടി നബി തങ്ങളുടെ വീട്ടിലേക്ക് പോയി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അന്ന് പ്രവാചകൻ നേരം വെളുത്തപ്പോഴേ എവിടെയോ യാത്ര പോയി. അള്ളാഹുവിന്റെ പ്രവാചകന് വീട്ടിലില്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാവിലെ യാത്ര പോയിരുന്നു. ഫാത്തിമയ്ക്ക് വല്ലാത്ത സങ്കടമായി. എന്നാലും തന്റെ പ്രിയപ്പെട്ട ഉമ്മയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഉമ്മയോട് ചെന്നിട്ട് തന്റെ കൈ കാണിച്ചു കൊടുത്തിട്ട് ഫാത്തിമ തന്റെ സങ്കടം പറയുകയാണ്. തന്റെ കൈ കാണിച്ചു കൊടുത്തിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ സങ്കടം പറയുകയാണ്. അതാ ആയിഷ ബീവിക്ക് വല്ലാത്ത സങ്കടം തോന്നി. അവിടെ പറഞ്ഞു, ഉമ്മ, വാപ്പ വരുമ്പോ എനിക്കൊരടിമയെ വാങ്ങിച്ചു തരണം ഉമ്മ. എനിക്കെങ്ങനെയാണെങ്കിലും എനിക്ക് എന്നെ സഹായിക്കാൻ എനിക്കൊരടിമയെ വേണം. നിങ്ങൾ പറഞ്ഞാ തരുമുമ്മ. ആയിഷ ബീബിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കുകയാണ്. റബ്ബേ, ഫാത്തിമാനെ സമാധാനിപ്പിച്ച് ആയിഷ ബീബി പറഞ്ഞു വിടുകയാ. അന്ന് അർദ്ധരാത്രിയിലാണ് നബിതങ്ങൾ വരുന്നത്. ഒരുപാട് താമസിച്ചിട്ടാണ് വീട്ടിലേക്ക് കടന്നു വന്നത്. നബിതങ്ങളെ വീട്ടിലേക്ക് വന്നു. അതാ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളോട് പറഞ്ഞു, നബിയേ, ഫാത്തിമ വന്നിരുന്നു നബിയേ, വല്ലാത്ത സങ്കടത്തിലാ നബിയേ. ഫാത്തിമയുടെ അവസ്ഥ കണ്ടപ്പോ എനിക്ക് പോലും സങ്കടം തോന്നി നബിയേ. ഒരടിമയെ ചോദിച്ചാണ് വന്നത്. അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീബി ഇത് പറയുമ്പോ നബിതങ്ങൾ എഴുന്നേൽക്കുകയാണ്. എനിക്കെന്റെ ഫാത്തിമയെ കാണണം. ഈ രാത്രിയിൽ തന്നെ എനിക്ക് എന്റെ പൊന്നുമോളെ കാണണം. അള്ളാന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ടമാണ് ഫാത്തിമ. നിബിതങ്ങൾ ആ രാത്രിയിൽ തന്നെ അതാ ഫാത്തിമയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന് പാതിരാത്രിയിൽ തന്റെ പൊന്നാര മകളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. സലാം പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകന് വീടിനകത്തേക്ക് കേറുമ്പോ അലിയാര് തങ്ങൾ പറയുകയാണ്, 2 പേരും ചാടി എഴുന്നേക്കാൻ പോയി. കിടപ്പറയിൽ നിന്ന് ചാടി എഴുന്നേക്കാൻ പോയപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, ഇരിക്കാൻ 2 പേരെയും പിടിച്ചിരുത്തി. നിബിതങ്ങൾ
രണ്ടുപേരുടെയും മധ്യത്ത് കയറിയിരുന്നു. എന്നിട്ട് കൈപൊട്ടിയിരിക്കുന്ന ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളുടെ കൈ പിടിച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കയ്യിലേക്ക് നോക്കുകയാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? ഇതായിരിക്കണം വാപ്പാ. ഒരു വാപ്പ എന്ന് പറഞ്ഞാൽ ആരാകണമെന്നറിയുമോ? ഒരു വാപ്പയുടെ സ്ഥാനം എന്തെന്നറിയുമോ? ഒരു വാപ്പയുടെ ഉത്തരവാദിത്വം എന്തെന്നറിയുമോ? രണ്ട് കൈയും പൊട്ടി സങ്കടം പറഞ്ഞ് വീട്ടിലേക്ക് വന്ന പൊന്നുമോളോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഫാത്തിമ, ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുത്താൽ, ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെച്ച് കൊടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണെന്ന് നിനക്കറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യമാണ്. മോളെ വാരിക്കെട്ടി വാ എന്ന് പറഞ്ഞ് വിളിച്ചിറക്കി കൊണ്ടുവന്നില്ല. നബി തങ്ങൾ ചോദിക്കുകയാണ്, ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെച്ച് കൊടുക്കുന്ന ഒരു പെണ്ണിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് നിനക്കറിയുമോ? ഫാത്തിമ പറഞ്ഞു, ഇല്ല വാപ്പാ. പെങ്ങളെ, ആഡിറ്റോറിയത്തിനകത്തിരിക്കുന്ന പെങ്ങള്, നീ പരാതി പറയുമല്ലോ. ഭർത്താവിന്റെ വീട്ടിൽ വല്ലാത്ത കഷ്ടപ്പാടാണ്, വല്ലാത്ത പ്രയാസമാണ്, സങ്കടം പറയുന്ന പെണ്ണ്, നീ ശരീരം വിയർക്കാറുണ്ടല്ലോ. അടുപ്പിന്റെ ചുവട്ടിൽ കിടന്ന് ചോറ് വെക്കുമ്പോ, കറി വെക്കുമ്പോ, ഈ നട്ടുച്ച സമയത്ത് ആ തീയുടെ ചുവട്ടിൽ നിൽക്കുന്ന സമയത്ത് നിന്റെ ശരീരം വിയർക്കാറുണ്ടല്ലോ. ഇട്ടിരിക്കുന്ന ഡ്രസ്സിനകത്തുകൂടെ വിയർപ്പ് തുള്ളി ഒഴുകാറുണ്ടല്ലോ. ഉമ്മാ, അത് വെറുതെയാകില്ല ഉമ്മാ. പെങ്ങളെ, അല്ലാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് തന്റെ ഭാര്യക്കും തന്റെ മക്കൾക്കും ഭക്ഷണം വെക്കുമ്പോ ഒരു പെണ്ണിന്റെ ശരീരം വിയർത്താൽ ആ വിയർപ്പ് തുള്ളി നിനക്ക് നരകമോചനത്തിന് കാരണമാ. നീ എന്ത് ചെയ്താലും പ്രതിഫലമാണ്. ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുത്ത, ഭർത്താവിന്റെ വസ്ത്രം കഴുകി കൊടുത്ത, ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ച് കൊടുത്താൽ, നീ വീടും പരിസരവും ഒന്ന് വൃത്തിയാക്കിയാൽ, പടച്ചവനെ, ഗർഭിണികളായ പെണ്ണുങ്ങളുണ്ടല്ലോ, പ്രസവ വേദനയുടെ കഥ പറയുന്ന ഉമ്മ, ഒരു പെണ്ണ് പ്രസവിക്കുന്ന സമയം മരണപ്പെട്ട അവൾക്ക് ഷഹീദിന്റെ കൂലിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പാല് കൊടുക്കുന്ന പെങ്ങള് 2 വയസ്സ് പൂർത്തിയാകുന്നത് വരെ തന്റെ പൊന്നാര മക്കൾക്ക് പാല് കൊടുക്കുന്ന ഉമ്മ ജിഹാദിന്റെ കൂലിയാ. നീ എന്ത് ചെയ്താലും പ്രതിഫലമാണ്. നീ എന്ത് ചെയ്താലും പ്രതിഫലമാണ്. ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കാനാ പറഞ്ഞു തരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന പിതാവ് എല്ലാം വാരിക്കെട്ടി ഇറങ്ങി വാ ഫാത്തിമ എന്ന് പറഞ്ഞില്ല. ആ പാതിരാത്രിയിൽ തന്നെ ഇറക്കിക്കൊണ്ടുപോയില്ല. എന്റെ ഉപ്പമാരോട് പറയുകയാണ്, പെൺമക്കളുള്ള ഉപ്പമാരോട് പറയുകയാ, നിന്നെ പോലെ കൊട്ടാരമുണ്ടാകണമെന്നില്ല നിന്റെ മരുമകന്. അവൻ ഒരുപാട് സമ്പത്തുണ്ടാകണമെന്നില്ല. അവൻ പാവപ്പെട്ടവനായിരിക്കാം, കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവനായിരിക്കാം. അവനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയണം. അല്ലാതെ മക്കളെ വിളിച്ചിറക്കി കൊണ്ടുവന്നിട്ട് ഇന്ന് കുടുംബ കലഹങ്ങൾ നടക്കുന്ന കാലമാണ്. പടച്ചവനെ, വിവാഹ ബന്ധങ്ങൾ വല്ലാതെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പെണ്ണുങ്ങൾ വിധവയാകുന്നു, മക്കൾ യതീമാകുന്നു. ഒരാൾക്കും സങ്കടമില്ലടോ. ഭർത്താവിനും ഭാര്യയ്ക്കും ഒരു സങ്കടവുമില്ല. എന്നാ ചെറുപ്പക്കാരാ, നിനക്ക് വേറെ പെണ്ണ് കെട്ടുമടാ പൊന്നുമോനെ. പെങ്ങള്, നിനക്ക് വേറെ ഭർത്താവിനെ കിട്ടും മോള്. എന്നാ നിന്റെ മക്കളുടെ അവസ്ഥ എന്താ? എന്നിട്ട് പറയും, നമ്മുടെ മക്കൾ പറയും, രാത്രി എല്ലാം വാരിക്കെട്ടിക്ക വന്നേരെ, അസ്സലാമു അലൈക്കും, ബാക്കി കോടതിയിൽ കഴിഞ്ഞു എല്ലാം. നബി തങ്ങൾ തന്റെ മകളോട് പറഞ്ഞു കൊടുക്കുകയാ, നിനക്കറിയോ പ്രതിഫലം എന്താണെന്ന്? അതാ വാപ്പ, അതാകണം വാപ്പ. ഇന്ന് തലാഖ് പറയാൻ, ബന്ധമൊഴിയാൻ കാരണം വല്ലതും വേണോ? കാരണം വല്ലതും വേണോ? കാരണം കേട്ടാ ചിരി വരുപടോ. എടോ, ഞാൻ ഈ അടുത്ത് നടന്നൊരു സംഭവം. ഒരു പെണ്ണ്, കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണ് കുളിക്കാൻ പോകുമ്പോ സോപ്പും കൊണ്ടുപോകും കുളിക്കാൻ. ആ പെണ്ണ് സോപ്പ് ബാത്റൂമിൽ വെക്കത്തില്ല, കുളിച്ചു കഴിഞ്ഞാൽ തിരിച്ച് റൂമിൽ കൊണ്ടുവെക്കും.
ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ നടക്കുന്നു. ഒരു ദിവസം ഭർത്താവിന്റെ പെങ്ങൾ നോക്കുമ്പോൾ ഇവള് സോപ്പും കൊണ്ടുവരുന്നു. ചോദിച്ചു, ഇവിടെ എന്താ ആർക്കെങ്കിലും മാരക രോഗം വല്ലതും ഉണ്ടോ, പടരുന്ന രോഗം വല്ലതും ഉണ്ടോ, നീ എന്തിനാ സോപ്പ് എടുത്തോണ്ട് വരുന്നത്? ഇവള് പറഞ്ഞു, ഞാൻ അങ്ങനാ, എന്റെ സ്വഭാവം അങ്ങനാ. രണ്ടുപേരും പിരിഞ്ഞടോ. ആ ഒരു സോപ്പ് കാരണം ആ കുടുംബബന്ധം തീർന്നു. എന്തിനാ? 2-3 ഒരാഴ്ച മുമ്പ് പത്രത്തിലുണ്ടായിരുന്നു, ഒരു സാരി കാരണം ബന്ധം ഒഴിഞ്ഞില്ലേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്കറിയുന്നൊരു ചങ്ങാതി എന്നോട് പറഞ്ഞു, ഉസ്താദെ കല്യാണത്തിന് വരണം, എന്റെ ഭാര്യയുടെ സഹോദരന്റെ കല്യാണം, എനിക്ക് പോകാൻ പറ്റിയില്ല. കുറെ നാളിന് ശേഷം കോഴിക്കോട് വെച്ച് കണ്ടപ്പോൾ ഞാൻ സങ്കടം പറഞ്ഞടാ, നിന്റെ കല്യാണത്തിന് വരാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു. ഉസ്താദ്, അവൾ എന്നേ പോയെന്ന്. അവൾ എന്നേ പോയി. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, പടച്ചവനെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തില്ല, പോയി. ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ പെണ്ണുമ്പിള്ള പോയി. ഇത് അവസ്ഥ. നിസ്സാര കാര്യങ്ങൾ, അതിനപ്പുറം വാശി. ഭാര്യക്കും ഭർത്താവിനുമല്ല, പെണ്ണിന്റെ ഉമ്മായിക്കും പയ്യന്റെ തള്ളയ്ക്കും. അവർക്കാ വാശി. ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. ഇവരുടെ വാശി കാരണം, ഇവരുടെ ഈഗോ കാരണം നഷ്ടപ്പെട്ടു പോകുന്നത് എത്ര പേർക്കാ. ഞാനൊരു കുടുംബ കലഹം തീർക്കാൻ, ഞാൻ സാധാരണ ഈ പണിക്കിരിക്കാത്ത ആളാ. അവസാനം ഒരു മസ്ലഹത്തിന്റെ ലാസ്റ്റ് ചർച്ചകൾ മുഴുവനും തെറ്റി. അവസാനം സെറ്റിൽമെന്റ് ചർച്ച അടക്കം ഒരു 35 പേരുണ്ട്. പെണ്ണിന്റെ വീട്ടിലും ആണിന്റെ വീട്ടുകാരും 2 പേരും വന്നു. അപ്പൊ അടിയുണ്ടാകാതിരിക്കാൻ മധ്യസ്ഥനായിട്ട് എന്നെ കയറ്റി. ഞാൻ നോക്കുമ്പോ വലിയ ബഹളം നടക്കുന്നു. ഉസ്താദ് എന്താ ഒന്നും മിണ്ടാത്തെ? അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കണ്ട, ഈ പയ്യനോടും പെണ്ണിനോടും സംസാരിക്കുക. ഉടനെ പെണ്ണിന്റെ വാപ്പ, എന്തിനാ ഉസ്താദ് സംസാരിക്കുന്നത്, ഇനി സംസാരിക്കാനൊന്നുമില്ല. അപ്പൊ പയ്യന്റെ വീട്ടുകാർ പറഞ്ഞു, ഉസ്താദ് സംസാരിച്ച എന്താ കുഴപ്പം? ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയണ പോലെ, എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ഉസ്താദ് സംസാരിച്ചപ്പോ എന്താ, അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കമായി. എന്നാ പിന്നെ ഉസ്താദ് സംസാരിക്കട്ടെ. ഭാര്യയെയും ഭർത്താവിനെയും വിളിച്ചുകൊണ്ട് മദ്രസയുടെ മുകളിൽ പോയി. എന്നിട്ട് ഞാൻ പറഞ്ഞു, എന്താ പ്രശ്നം? ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അവിടെ ബദറും മുഹദും ഹന്തക്കൊക്കെ നടന്നു. എന്താണെന്ന് ചോദിച്ച ഉടനെ വഴക്കങ്ങട് ഭാര്യയും ഭർത്താവ്, നീ അങ്ങനല്ലേടി, അങ്ങ് തുടങ്ങി. ഒരു ഉസ്താദാണ് മുമ്പിൽ ഇരിക്കുന്നത് എന്ന് പോലും അവര് മറന്നുപോയി. അതിനിടയിൽ പല ഭാഷകളും അവർ വിളിച്ചു. മിണ്ടാതെ ഇരുന്നു കേട്ടു. അങ്ങനെ ഇടിയും മഴയും എല്ലാം കഴിഞ്ഞു. 2 പേരും ശാന്തമായി. ഞാൻ ചോദിച്ചു, ഒരവസരം കൂടെ കൊടുത്തുകൂടെ? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു പോകട്ടെ. ഇവളുടെ കൂടെയോ? ഞാൻ ജീവിക്കത്തില്ല ഉസ്താദെ, ഇവനെ എനിക്ക് വേണ്ട. അവസാനം ഇവർ 2 പേരും ഒരു നടക്ക് അടുക്കുന്നില്ല. അപ്പൊ ഈ 8ാമത്തെ അടവെന്ന രീതിയിൽ ഞാൻ പറഞ്ഞു, എന്തായാലും നിങ്ങൾ 2 പേരും പിരിയുക. താഴോട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളെ 2-2 അതുകൊണ്ട് ഇത്രയും കൊല്ലം ഒരുമിച്ച് ജീവിച്ചതല്ലേ, പലതും പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് പൊരുത്തം ചോദിച്ചോ. 2 പേരും പൊരുത്തം ചോദിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിക്കോ, ഞാൻ പുറത്ത് നിൽക്കാന്ന് പറഞ്ഞ് ഞാൻ പുറത്തിറങ്ങി വാതിലടച്ചു. കുറച്ച് കഴിഞ്ഞ് കയറി ചെന്നപ്പോൾ 2 കൂടെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. ഉസ്താദെ, ഞങ്ങൾക്ക് പിരിയണ്ട, ജീവിക്കണമെന്ന്. ഞാൻ അവർക്ക് കൊടുത്ത ഒരു ഉപദേശമുണ്ട്, എവിടെയെങ്കിലും പോയി വാടകയ്ക്ക് വീടെത്തേക്കാം, വീട്ടിൽ പോകരുതെന്നാ പറഞ്ഞേ. കാരണം വീട്ടുകാരാ സമ്മതിക്കാത്തത്. ഇത് പലതും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാ. നമ്മൾ പലരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. അതാ ചില പെണ്ണുങ്ങൾ അങ്ങനെ, ചില അമ്മായിയമ്മ അങ്ങനെ. അവർക്ക് മക്കളും മകനും മരുമകളും കൂടെ സന്തോഷത്തോടെ ജീവിക്കുന്നത് ചില തള്ളമാർക്ക് ഇഷ്ടമല്ല. ഉള്ളത് പറയണമല്ലോ, ചിലർക്ക് അത് ഇഷ്ടമല്ല. അപ്പൊ ഓരോന്നിങ്ങനെ തുടങ്ങും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ, ആമീൻ പറ. ചില പെണ്ണുങ്ങൾ ചെറുപ്പത്തിൽ തന്നെ ഭർത്താവ് മരിച്ചു, വേറെ പെണ്ണൊന്നും കിട്ടൂല. അവസാനം മക്കൾ ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്ന കാണുമ്പോൾ അങ്ങനെ ചിലർ കൊണ്ടടോ. എല്ലാരും ഒന്നുമില്ല, നല്ല സഹോദരിമാരുണ്ട്. ഇനി പറഞ്ഞതിന്റെ പേര് ഇനിയിപ്പം സദക്കൊന്നും തരത്തില്ല, പിരിവൊന്നും കിട്ടത്തില്ലായിരിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളോട് നബി തങ്ങൾ അവിടെന്ന് പറഞ്ഞു, ഫാത്തിമ, അതാ അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം ഇതാണ്. നബി തങ്ങൾ ഇങ്ങനെ ഓരോ പ്രതിഫലം പറഞ്ഞു കൊടുത്തു. ഭർത്താവിന്റെ വസ്ത്രം കഴുകി കൊടുത്താൽ ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ചു കൊടുക്കണമെന്ന ഭാര്യ. നിങ്ങൾക്ക് ആർക്കെങ്കിലും തേച്ചു തരാറുണ്ടോ? റഫീഖിന് തേച്ചു തരാറുണ്ടോടാ? എവിടെ മുടിയിരിക്കുന്നടാ? നിഷാദ് എന്ത് പോയാ? ഭാര്യമാരാരെങ്കിലും തലയിൽ എണ്ണ തേച്ചു തരാറുണ്ടോ? ആർക്ക്? ഇനി ആ കഷണ്ടി തേക്കാത്ത കുഴപ്പം കൂടെ ഉള്ളൂ. ഒരു പെണ്ണിട്ടാ നടക്കുക രണ്ടാമതില്ലേ? ഇല്ലേ? തലയിൽ എണ്ണ തേച്ചു കൊടുക്കണമെന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു, ഫാത്തിമ,
അടിമയെ ചോദിച്ചല്ലേ നീ വീട്ടിലേക്ക് വന്നത്, അടിമയെ ചോദിച്ചല്ലേ നീ വീട്ടിലേക്ക് വന്നത്. എന്നാൽ അടിമയെ ലഭിക്കുന്നതിനേക്കാൾ പുണ്യമായ ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? അടിമയെ ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് പ്രയോജനമുള്ള ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെയോ? പാതിരാത്രിയിൽ തന്റെ സങ്കടം പറഞ്ഞ മകളോട് നബി തങ്ങൾ ചോദിക്കുകയാണ്. ഫാത്തിമ പറയുന്നു, പറവാപ്പാ, അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞു കൊടുത്ത നന്മ ഏതെന്നറിയുമോ? ഫാത്തിമ ഉറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ. ഈ ദിക്ർ പറ ഫാത്തിമ, ഈ ദിക്ർ പറ ഫാത്തിമ. അടിമയെ ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് പ്രയോജനം അതാണ് ഫാത്തിമ. അലിയാർ തങ്ങൾ പറയുകയാ, അല്ലാഹുവേ, അലിയാർ തങ്ങൾ പറയുകയാണ്, ഫമാ തറക്തുഹാ ബഅദ സമിഅതുഹാ മിൻ റസൂലില്ലാഹ്. എന്റെ ഫാത്തിമയുണ്ടല്ലോ, എന്റെ ഫാത്തിമയുണ്ടല്ലോ, മരിക്കുന്ന കാലം വരെ ഫാത്തിമ അത് മുടക്കിയിട്ടില്ല. എന്റെ ഫാത്തിമ പറയുമായിരുന്നു, എന്റെ ഫാത്തിമ പറയുമായിരുന്നു, ഞാനുണ്ടല്ലോ, ഫമാ തറക്തുഹാ ബഅദ സമിഅതുഹാ മിൻ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ എന്ന പാതിരാത്രി കിടപ്പറയിൽ വെച്ച് പറഞ്ഞതിന് ശേഷം ഞാനും ഇന്ന് വരെ അത് മുടക്കിയിട്ടില്ല. എടോ, ചെറിയ ഒരു നന്മയാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഇത് ചെറുതാണെന്ന് നമ്മൾ കരുതുന്നു, എന്നാൽ അതിന്റെ പ്രതിഫലം നിനക്കറിയാനട്ടാ. അതുകൊണ്ട് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാണ്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. നമുക്കും ഒരു മത്സരം നടത്താം, നമുക്കുമൊന്ന് മത്സരിക്കാം. ഞാൻ നിങ്ങൾക്കൊരു നന്മ പറഞ്ഞു തരാം, ഞാനൊരു നന്മ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബ, ആയിഷ 4 കാര്യം ചെയ്യാതെ ഉറങ്ങല്ലേ ആയിഷ. ഞാൻ നിങ്ങൾക്കൊരു 4 കാര്യങ്ങൾ പറഞ്ഞു തരാം. പൈസയുടെ ചെലവില്ല, കഷ്ടപ്പാടില്ല, ഉറക്കപടിയണ്ട, കിടക്കാൻ വേണ്ടി കട്ടിലിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന 4 നന്മകളോ. ഈ നന്മകൾ ചെയ്യാതെ ഉറങ്ങല്ലോ. എന്നും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, ജീവിതകാലം മുഴുവനും ചെയ്യാൻ ഞാൻ പറയുന്നില്ല. ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും ഇൻഷാ അല്ലാഹ് ഇത് ചെയ്യാൻ തീരുമാനിക്കു സഹോദരാ. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഞാനൊരു നന്മ പറഞ്ഞു തരാം. എല്ലാ ദിവസവും ചെയ്യാൻ ഞാൻ പറയുന്നില്ല, അത് നിങ്ങളുടെ ഇഷ്ടം. എന്നാൽ ഇന്ന് രാത്രി, ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും ഈ നന്മ ചെയ്തിട്ടേ ഉറങ്ങൂ എന്ന് നിയ്യത്ത് ചെയ്യ്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പൈസ വേണ്ട, കഷ്ടപ്പാടില്ല, ചെയ്തൂടെ? നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. ഇന്നത്തെ ഒരു രാത്രി നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ കൈവക്ക്. അല്ലാഹുവേ, ആരെല്ലാം ഈ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് കൈപൊക്കിയോ, മരിക്കുന്ന കാലം വരെ ആ ഉയർത്തിയ കൈ ഒരുത്തന്റെ മുമ്പിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല റഹ്മാനെ. അല്ലാഹുവേ, ഈ കൈ ഉയർത്തിയവർക്ക് മരിക്കുമ്പോ ഷഹീദിനെ പോലെ സ്വർഗത്തിന്റെ ചിത്രം കണ്ട് ഷഹാദത്ത് കലിമ ഉറക്ക വിളിച്ചു പറഞ്ഞു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ, നന്മ തിന്മ എഴുതിയ കിതാബ് ഈ ഉയർത്തിയ വലത് കൈ കൊണ്ട് വാങ്ങാനുള്ള ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. കുടിച്ചാൽ ഒരിക്കലും ദാഹിക്കാത്ത പടച്ചവനെ, ആ ഹൗലുൽ കൗസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് ഈ ഉയർത്തിയ കൈ കൊണ്ട് വാങ്ങിച്ചു കുടിക്കാൻ ഈ കൈപൊക്കിയ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. ആ കൈപൊക്കാത്തവനെ നീ നന്നാക്കണേ അല്ലാ. ആ കൈവെക്കാത്തവനെ ഞാൻ പൈസ ഒന്നും ചോദിച്ചില്ല, ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും ഒരു നന്മ ചെയ്യാൻ മനസ്സുണ്ടോ എന്നാ ചോദിച്ചേ.
അപ്പോഴും ചിലർക്ക് മനസ്സില്ല. അള്ളാഹു നന്നാക്കുമാറാകട്ടെ. ഒരു വട്ടം കൂടെ കൈപൊക്കിക്ക്. അപ്പൊ വേണമെന്ന് വെച്ചാൽ ചക്ക വേരിലും കായ്ക്കും അല്ലേ? അപ്പൊ പൊക്കാനൊക്കെ അറിയാം. ഇത് ആദ്യം ചെയ്തിരുന്നെങ്കിൽ എന്തിനായിരുന്നു വെറുതെ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? ഒന്ന് എഴുന്നേറ്റ് എല്ലാവരും. എല്ലാവരും ഒന്ന് മുന്നോട്ട് കയറിയിരുന്നു. എനിക്ക് കൊറോണ ഒന്നുമില്ല. കയറിയിരി. വാ, കാണാമല്ലോ. പരിചയക്കാരും കുടുംബക്കാരൊക്കെ ഉണ്ടല്ലോ. കാണാനുള്ള ആഗ്രഹം കണ്ട. പല ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ, ഒന്ന് കാണാൻ വേണ്ടിയാ. ഇൻഷാ അല്ലാഹ്. പോകേണ്ടവർ പെട്ടെന്ന് ഇറങ്ങി ഓടിക്കോളി. അത്യാവശ്യമുള്ളവർ തിരിഞ്ഞു നോക്കല്ലേ. പോകേണ്ടവർ പോട്ടെ. പാപം ഇവിടെ നിന്നല്ലേ എഴുന്നേറ്റ് പോകാൻ പറ്റൂ. അസ്റായിൽ വരുമ്പോ എവിടെ പോവാനാ? അസ്റായിൽ വരുമ്പോ ഓടാൻ വല്ലതും പറ്റുമോ? മിണ്ടാതെ അവിടെ കിടക്കും. കല്ലാ ഇദാ ബലഗതി തറാഖിയ വകീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫതി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. അസ്റായിൽ വരുമ്പോ ഇങ്ങനെ വരുമ്പോ കാണാം. ഇങ്ങനെ നോക്കും, ചങ്ങായി വരുന്ന പോലെ. ഇപ്പൊ ഈ സദസ്സിന്റെ ചുറ്റുഭാഗം മുഴുവൻ അള്ളാന്റെ മലക്ക് നിൽക്കുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ല. എന്നാ മലക്കുകളെ കാണും. ഏത് മലക്കുകളെ? അസ്റായിൽ ഇങ്ങനെ ഇറങ്ങി വരുന്നത്. കണ്ണങ്ങ് തുറന്നു തരും അള്ളാഹ്. കാണുമ്പോ അവിടെ കിടക്കും. ഓടടാ, ഓടി നീ ഒന്ന് വിളിക്ക്. നീ ആരെ വേണമെങ്കിലും വിളിക്ക്. ആരെ വിളിക്കാനാ? മിണ്ടാതെ അവിടെ കിടക്കും, പോകും. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. അപ്പൊ 4 കാര്യം ചെയ്തൂടെ? ഒന്ന്, ഇന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു ഖത്ത് ഓതിയിട്ട് വേണം കിടന്നുറങ്ങാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്തോതിയിട്ട്? വെടി കൊണ്ടതുപോലെ ഇരിക്കുന്നു. എന്തോതിയിട്ട്? ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഖുർആൻ മുഴുവനും ഒന്ന് ഓതി തീർക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ? അപ്പൊ ഉറങ്ങണ്ടേ? സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. 3 സൂറത്ത്. ഖുർആനിലെ ഏറ്റവും അവസാനത്തെ ഈ 3 സൂറത്തുകൾ നിങ്ങൾ പാരായണം ചെയ്യണം. നിങ്ങൾക്കൊരു ഖത്തം ഓതിയ കൂലിയുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഏത്? അവസാനത്തെ ഖുൽ ഹുവല്ലാഹ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ 3 സൂറത്ത് ഓതിയാൽ ഖത്തം ഓതിയ കൂലി കിട്ടും. ഇനി പറ, ഖത്തം ഓതുവോ? ഓതിക്കൂടെ? 2, ലോകത്തുള്ള എല്ലാവരോടും പൊരുത്തം ചോദിക്കണം. എല്ലാവരോടും പൊരുത്തം ചോദിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ. സ്വന്തം പെണ്ണുമ്പിള്ള എടുത്ത് ചോദിക്കുന്നില്ല. ഇനി ഇപ്പൊ ലോകത്തുള്ളവരോട് ചോദിക്കാം. ഭാര്യയോട് ചോദിക്കാറുണ്ടോ പൊരുത്തം? ഉണ്ടോ കാക്കാമാരെ? എന്തെല്ലാം ഓളെ പറയുന്നു. എടി ഒന്ന് പൊരുത്തപ്പെട്ടേക്കണെന്ന് ആര് ചോദിക്കുന്നു? എടാ, മയ്യത്ത് കുളിപ്പിച്ച് പള്ളി കൊണ്ടുവച്ചിട്ട് ഇമാമ ചോദിക്കും പൊരുത്തം കൊടുക്കാൻ. ആർക്ക് പൊരുത്തം? എടാ, പള്ളി മരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ചില കാര്യമുണ്ട്. അതിൽ പെട്ടതാ നീ ചീത്ത പറഞ്ഞവനെയും നീ പരിഹസിച്ചവനെയും നീ കളിയാക്കിയവനും നിന്റെ മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ നീ ചോദിച്ചോ? അയ്യോ, അപ്പോ എന്നിട്ടാ പള്ളി കുളിപ്പിച്ച് കൊണ്ട് കടത്തിയിട്ട് പറയാ പൊരുത്തപ്പെടണേന്ന്. അപ്പോഴല്ല ചോദിക്കേണ്ടത്, ജീവിച്ചിരിക്കുമ്പോ ചോദിക്കണം. ഉറക്കമെന്ന് പറഞ്ഞ മരണമാ. പറയണെന്താ? അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഹയ്യ. ഇത് പറഞ്ഞിട്ടാ കിടക്കണേ. ഒളുവെടുത്തിട്ടല്ലേ കിടക്കണേ. രാവിലെ എഴുന്നേൽക്കുമ്പോ പറയുന്നത് എന്താ? അൽഹംദുലില്ലാ. എന്തിനാ അൽഹംദുലില്ലാ പറയുന്നേ? അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. പടച്ചവനെ, മരിച്ചു കിടന്ന എനിക്ക് ഒരു ദിവസം കൂടെ ജീവിക്കാൻ നീ ആയുസ് തന്നല്ലോ, അത് അൽഹംദുലില്ലാ. ഉറക്കമെന്ന് പറഞ്ഞാൽ മരണമെന്നാ. അതുകൊണ്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് എല്ലാവരോടും പൊരുത്തം ചോദിക്കണം. അപ്പൊ എല്ലാരോടും പൊരുത്തം ചോദിക്കാൻ എന്താ വഴി? ഭർത്താവിനോട് ചോദിക്കാം, അല്ലെങ്കിൽ ഭാര്യയോട് ചോദിക്കാം, മക്കളോടും മാതാപിതാക്കളോടും ചോദിക്കാം, നാട്ടുകാരോട് മുഴുവൻ ഇപ്പൊ എങ്ങനെ ചോദിക്കാം? അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, നീ ദുആ ചെയ്യണം. കിടന്നുറങ്ങുന്നതിന് മുമ്പ് നീ ദുആ ചെയ്യണം. നിനക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി. അല്ലാഹ് എനിക്കിതാ എന്നല്ല, എല്ലാവർക്കും താ. അല്ലാഹ് എല്ലാവർക്കും കൊടുക്കല്ല. അല്ലാഹുവേ, ദുനിയാവിലെ എല്ലാ ഉസ്താദന്മാർ ദുആ ചെയ്യില്ലേ? അല്ലാഹുമ്മ ഗുഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. നമ്മൾ ദുആ
ചെയ്യാറുണ്ടല്ലോ. വെള്ളിയാഴ്ച രണ്ടാമത്തെ ഖുതുബയിൽ ഉസ്താദ് പറയുന്ന ദുആയാണ്. നിസ്കാരത്തിൽ ഉസ്താദന്മാര് നിസ്കാരം കഴിഞ്ഞുള്ള ദുആയിൽ പറയുന്ന ദുആയാണ്. എടോ ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്തു. 200 കോടി നന്മ വേണോ? 200 കോടി മുസ്ലിമീങ്ങൾ ഇന്ന് ലോകത്തുണ്ടെന്നാണ്. ഓരോ മുസ്ലിമിന്റെ തലയെണ്ണം അനുസരിച്ച് നിനക്ക് പ്രതിഫലം വേണോ? 200 കോടി നന്മ ചെയ്തിട്ട് വേണമെന്ന് കിടന്നുറങ്ങാറ്. എന്ത് ചെയ്താ? അല്ലാഹുമ്മ ഗുഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. മലയാളം അറബി അറിയില്ലെങ്കിൽ പറയാമല്ലോ. ലോകത്തുള്ള എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണോ? എല്ലാവരോടും കരുണ കാണിക്കണേ. ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും നീ കരുണ കാണിക്കണേ അല്ലാ. ഒരൊറ്റ ദുആ ചെയ്താ എല്ലാവരുടെയും പൊരുത്തം നിനക്ക് ലഭിക്കും ആയിഷ. നബി തങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യമാണ്. 3 ശഫാഅത്ത് ചോദിക്കണേ ആയിഷ. എല്ലാ പ്രവാചകന്മാരോടും ശഫാഅത്ത് ചോദിക്കണേ. എങ്ങനെയാ നബിയേ? നിങ്ങളെയല്ലാതെ വേറൊരു നബിയെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ശഫാഅത്ത് ചോദിക്കുന്നത്? നബി തങ്ങൾ പറഞ്ഞു, ആയിഷ 10 സ്വലാത്ത് പറ ആയിഷ, 10 സ്വലാത്ത് പറ ആയിഷ, നിനക്ക് ശഫാഅത്ത് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, 4ാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഹജ്ജ് ചെയ്യാതെ ഉറങ്ങല്ലേ, ഹജ്ജ് ചെയ്യാതെ ഉറങ്ങല്ലേ. ഹജ്ജും ഉംറയും ചെയ്ത കൂലി വേണോ? പറഞ്ഞു സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം. പടച്ചവനെ, ഇമാമ നിസ്കാരം കഴിഞ്ഞിരുന്ന് പറയുമ്പോ എല്ലാവരും പറയുമ്പോ കൂടെ പറയാറുണ്ട്. എന്നാ കിടന്നുറങ്ങുന്ന സമയത്ത് ഇത് പറയാൻ എല്ലാവർക്കും കഴിയൂല. ഹജ്ജ് ഉംറയും ചെയ്ത കൂലിയാ വാപ്പാ, ഹജ്ജ് ഉംറയും ചെയ്ത കൂലിയാ പെങ്ങള്. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ഫാത്തിമ ഈ ദിക്ർ പറയാതെ ഉറങ്ങല്ലേ. ഫമാ തറക്തുഹാ ബഅദ സമിഅതുഹാ മിൻ റസൂലില്ലാഹ്. അലിയാര് തങ്ങൾ പറയുകയാ, ഞാൻ മരിക്കുന്നത് വരെ പറയുമായിരുന്നു. അതുകൊണ്ട് വാഴ കേൾക്കാമെന്നവരോട് പറയുകയാ, ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ 100ാമത്തെ പദവിയായ അല്ലാഹുവിന്റെ പ്രവാചകന്മാര് കടന്നു പോകുന്ന ആ സ്വർഗ്ഗത്തിലേക്ക് പോകണോ? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. അല്ലാഹുവേ, ആ മനസ്സ് നൽകണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. സംഘാടകർ ബക്കറ്റുമായി കടന്നു വരികയാ. ഇവരാരും കോടീശ്വരന്മാരല്ല. അൽഹംദുലില്ലാഹ്, ആദ്യമായിട്ട് ഇതുപോലെ ഒരു പരിപാടി സംഘടിപ്പിക്കുകയാ. എന്തിനാ? അവർക്ക് വീട് കെട്ടാനല്ല, അവർക്ക് നാട്ടുകാരുടെ മുമ്പിൽ വലിയവരാകാനല്ല. പടച്ചവനെ, എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് വലിയ കാര്യമാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ സംഘാടകരെ നോക്കണ്ട. അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. സദഖയ്ക്ക് പവറുണ്ടോ, സദഖയ്ക്ക് പവറുണ്ടോ. നിനക്ക് വരാനിരിക്കുന്ന ആക്സിഡന്റ് ഉണ്ടല്ലോ, നിനക്ക് വരാനിരിക്കുന്ന അപകടമുണ്ടല്ലോ,
അറിയോ? ഇന്നലെ വെള്ളിയാഴ്ചയാണ്. പടച്ചവനെ, എടപ്പാള് നിന്ന് വഴുത കഴിഞ്ഞിട്ട് ഇന്നലെ രാവിലെ ഞാൻ പള്ളിയിലേക്ക് വരുമ്പോ മൂവാറ്റുപുഴ കൂത്താട്ടുകുളത്തിന്റെ പരിസരത്ത് വരുമ്പോ നടു റോഡിൽ ഒരു സൂപ്പർ ഫാസ്റ്റ് കിടക്കുകയാ. പടച്ചവനെ, റോഡിലേക്ക് മറിഞ്ഞു കിടക്കുകയാണ്. എന്ത് നിലവിളിയാണെന്നറിയോ? എന്ത് നിലവിളിയാണെന്നറിയോ? ആണുങ്ങളും പെണ്ണുങ്ങളും ആ ബസിനകത്ത് പടച്ചവരെ 10-35ഓളം ആൾക്കാരുണ്ടായിരുന്നു. തലപൊട്ടിയവർ, ശരീരത്തിലൂടെ രക്തമൊലിക്കുന്നവർ, എന്റെ മകന്റെ പ്രായം വരെയുള്ള കുട്ടികൾ. പടച്ചവനെ, ഓടിക്കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ട് ആ ബസിനകത്ത് നിന്നൊരു സഹോദരിയെ എന്റെ വണ്ടിക്കകത്ത് കയറ്റിയിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഇതുപോലെ എത്രയെത്ര ആക്സിഡന്റ് കാണുന്നവരാ. തട്ടി മാറ്റാൻ നീ കൊടുക്കുന്ന സദഖയ്ക്ക് കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, വാപ്പാ നിനക്ക് രോഗമല്ലോ, എല്ലാ ഹോസ്പിറ്റലിലും പോയി, ജനങ്ങൾ പറയുന്ന സർവ്വ ആശുപത്രിയിലും ചെന്ന് മരുന്ന് കഴിച്ചല്ലോ, മാറുന്നില്ലെന്ന് പരാതി പറയുന്ന വാപ്പാ, മാറണോ പെങ്ങള്? ഏത് രോഗത്തെയും മാറ്റാൻ എന്റെ പെങ്ങള് ഒരു മരുന്ന് പറഞ്ഞു തരട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ